സീപ്പു ലോമി ആ കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി. അവര് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കറങ്ങാനും തുടങ്ങി. ഒരു രാത്രി മാംസം കഴിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവരുടെ കണ്ണ് സിംഹത്തിന്റെ മേളിൽ പെട്ടത്. അദ്ദേഹം എവിടെയോ പോകുന്നു. ഇതാണ് നല്ല സമയം സീപ്പു, നമുക്ക് ഇദ്ദേഹത്തിന്റെ പുറകെ പോവാം. നീ പറഞ്ഞ സത്യമാ. കാട്ടിലെ സിംഹത്തിന്റെ പുറകെ രണ്ടുപേരും പോവാൻ തുടങ്ങി. കാട്ടിലെ സിംഹം ഒരു പഴയ ഗുഹയുടെ അടുത്ത് വന്നെത്തി. ആ ഗുഹയുടെ അകത്ത് രാത്രിയാണേലും നല്ല വെളിച്ചമുണ്ടായിരുന്നു. കാട്ടിലെ സിംഹം അവിടെ ഇവിടെ ഒന്ന് നോക്കി നേരെ ആ ഗുഹയുടെ അകത്തോട്ടങ്ങ് കേറി. സീപ്പുവും ലോമിയും ആരും കാണാതെ തന്നെ അകത്തോട്ടങ്ങ് പോയി. ആ ഗുഹയുടെ അകത്ത് ഒരു സുന്ദരമായ വജ്രമുണ്ടായിരുന്നു.